everyone, welcome back to my channel. So hope you all are doing good. So today I am here with a video about the things I wish I knew before joining MBBS. I am Hannah, a third year medical student. Myself being a first generation doctor, I had no much idea about how this course was gonna be, and everything happening here was very new to me. But I think in reality everybody should know what is happening in the course. This is my third year of college and I have been having a lot of experience so far. So I thought, why don't I just share those with you? Actually, MBBS തന്നെ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അത് ഭയങ്കര ഹൈപ്ഡ് ഔട്ടാണ് അല്ലേ. ഒരു ഡോക്ടർ ആവുക അല്ലെങ്കിൽ ദ കോഴ്സ് ഇസ് ആക്ച്വലി വെരി കോംപ്ലിക്കേറ്റഡ്. എല്ലാവരും അങ്ങനെ ഒരു ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പിക്ചർ തരുന്നത്. സോ മീ ബീങ് എ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടർ, എനിക്ക് ആക്ച്വലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഹൗ ദിസ് ജേർണി ഈസ് ഗോണ ബി. ഒന്നും അറിയാണ്ട് the only thing I knew was to be a doctor. Other than that, I had no idea about the course or the subjects or how that was going to be. So ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ കോഴ്സിന് വന്നത്, ഞാൻ ചേർന്നതും ഒക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി വന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക്, ഇത്രയും പഠിക്കാനുണ്ടോ? ഓക്കെ, ഐ ന്യൂ MBBS ഇസ് വെരി വാസ്റ്റ്, ദ സിലബസ് ഇസ് റിയലി വാസ്റ്റ് എന്നൊക്കെ അറിയാമെങ്കിലും ഇത്രയും ഞാൻ പഠിക്കണോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് മൊത്തം പഠിക്കേണ്ടി വരുമോ? ഐ ഹാഡ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തോട്ട്സ് ഗോയിങ് ഇൻ മൈ മൈൻഡ്. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ ബിഗ് ടെക്സ്റ്റ് ബുക്സ് യു സീ. ഈവൻ ദോ ഇഫ് ദ സിലബസ് ഇസ് ലൈക്ക് റിയലി ഹ്യൂജ്, നമ്മളതിന് ഒരു സ്മാർട്ട് സ്റ്റഡിങ് സ്ട്രാറ്റജിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ തിങ് ഈസ് ലൈക്ക്, എത്ര വലിയ സിലബസ് ആണെങ്കിലും ദർ വിൽ ബി സം ടാക്ടിക് ടു ക്രാക്ക് ദിറ്റ് സിലബസ്. അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഏതൊരാളും ലൈക്ക് നമ്മൾ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നമുക്ക് പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ലൈക്ക് നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലും ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പം ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ആദ്യം പഠിച്ച സബ്ജക്റ്റും പിന്നെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മറന്നു. സോ ഇറ്റ്സ് വെരി വോളറ്റൈൽ ഓൾസോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്നത്, അറ്റ് ദി എൻഡ് നമ്മൾ ആ എക്സാം എഴുതുമ്പോൾ വരെ നമ്മൾ എങ്ങനെ ഇത് മനസ്സിൽ ഓർത്ത് വയ്ക്കുന്നുള്ളതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. പക്ഷേ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളും നമ്മളത് മോർ ആൻഡ് മോർ സിംപിളർ ഫോമിലേക്ക് പിന്നീട് വരുമ്പം അതാക്കി അതിനെ റിവൈസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിലത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്കും നമ്മൾ നീറ്റിൽ ഫുൾ MCQs മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ MBBSന് ജോയിൻ ചെയ്യുന്നത്. അപ്പം അത്രയും ഞാനൊരു 1 ഇയർ ഡ്രോപ്പ് ഔട്ടും കൂടി എടുത്തുകൊണ്ട് എൻ്റെ തലയിൽ ഫുൾ MCQs മാത്രമേ ഉള്ളൂ. ലിറ്ററലി ഞാൻ എങ്ങനെയാണ് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പെട്ടെന്ന് മറന്നുപോയി, എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഇതിൽ ഫസ്റ്റ് എക്സാം എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ലിറ്ററലി ഞാൻ ഭയങ്കര ടെൻഷനാണെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്താ എഴുതേണ്ടതെന്ന്. ആൻഡ് ആകെപ്പാടുണ്ടായിരുന്നത് ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ്. അപ്പോഴത്തേക്കും ഇത് വെച്ചിട്ട് എങ്ങനെ ഞാൻ എക്സാം എഴുതും എന്നുള്ളതായിരുന്നു എൻ്റെ ടെൻഷൻ. അങ്ങനെ ഫസ്റ്റ് എക്സാം ടൈമായി. ഐ കുഡൻറ്റ് ഡു ഇറ്റ് വെൽ. ടു ബി ഹോണസ്റ്റ്, ഐ കുഡൻറ്റ് ഡു ഇറ്റ് വെൽ. കാരണം ഈവൻ എക്സാമിൻ്റെ തലേ ദിവസം രാത്രി എനിക്ക് എന്താ പഠിച്ച് തുടങ്ങണ്ടേ, എവിടെയാണ് പഠിച്ച് തുടങ്ങണ്ടേ എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ MCQ സബ്ജക്റ്റ് പേപ്പർ, ഇതെന്താണ് പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പോലും നമുക്കറിയില്ല. ഈവൻ ദോ ടീച്ചേഴ്സ് ആർ ടെല്ലിങ് ദാറ്റ്, പക്ഷെ നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് ഒരു 1-2 തവണ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ലൈക്ക് അനാറ്റമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി എന്നാൽ ഇതെന്താണ്, ലൈക്ക് നമ്മൾ എങ്ങനെ എഴുതിയാലും എങ്ങനെ മാർക്ക് കിട്ടും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് എക്സാം ഞാൻ ചെയ്തു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ തോട്ട് ഓക്കെ, ഞാൻ ഒത്തിരി എഴുതിയത് കൊണ്ട് എനിക്ക് മാർക്ക് കിട്ടും. കാരണം കുറേ ഞാൻ പേജസും ഒക്കെ എഴുതി. പക്ഷെ ഞാൻ ഓക്കെ ഫൈൻ, മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ കിട്ടിയില്ല. അപ്പം അതിൻ്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എത്ര എഴുതുന്നതും ഉള്ളതൊന്നും അല്ല. ഇപ്പോൾ ഫിസിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഇറ്റ് ഈസ് അബൌട്ട് ഹൗ യു റൈറ്റ് ഇറ്റ്, ദ വേ യു റൈറ്റ്, the flow charts you do, the diagrams you draw. നമ്മൾ എത്രത്തോളം ഇൻഫർമേറ്റീവും കണ്ടൻറ്റ്ഫുള്ളും ആക്കുന്നുള്ളതാണ് അവിടെ ആക്ച്വലി അതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര പേപ്പേഴ്സ്, എത്ര പേജസും എത്ര പെൻസ് എടുത്ത് എഴുതിയാൽ കൂടെ നമുക്ക് മാർക്ക് കിട്ടണമെന്ന് ഒരു ഉറപ്പില്ല. സോ ഇതൊക്കെ ഒരു ഭയങ്കര ലേറ്റ് റിയലൈസേഷൻ ആയിരിക്കും. നമ്മളിതൊക്കെ ഒന്ന് റിയലൈസ് ചെയ്ത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാം അടുത്തെത്താറാവും. ലിറ്ററലി എനിക്ക് അങ്ങനെയായിരുന്നു. ഈവൻ ദോ ദ ടീച്ചേഴ്സ് ആർ ഹെൽപ്പിംഗ് അസ് ടു റൈറ്റ് എക്സാംസ്, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും ഐ വാസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് ഹൗ ഇറ്റ് വാസ് ആക്ച്വലി വർക്കിംഗ് ഔട്ട്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് എനിക്കത് മനസ്സിലായി. ദർ വാസ് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ്
ആൻഡ് ടീച്ചേഴ്സ് ആർ ഹെൽപ്പിംഗ് അസ് എ ലോട്ട്. അപ്പോഴാണ് ഓക്കെ ഫൈൻ, അനാറ്റമി എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഡയഗ്രാംസും അതിൻ്റെ റെപ്രസെൻറ്റേഷൻസും ആണ് എഴുതേണ്ടത് മൊത്തം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. സോ വാട്ട് ഐ വാസ് സേയിങ് ഇസ് ദാറ്റ് സ്ട്രാറ്റജീസ് ടു സ്റ്റഡി ആൻഡ് സ്ട്രാറ്റജീസ് വെൽ റൈറ്റിംഗ് ദ എക്സാം. ഇതാണ് സ്റ്റഡിനെസ്സിൻ്റെ ഒരു പാർട്ടിൽ ദ മെയിൻ റോൾ. ഇത് നമുക്ക് ആക്ച്വലി സ്കൂൾ ലെവലിലോ നമ്മൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ആരും നമുക്ക് പറഞ്ഞു തരില്ല. ബിക്കോസ് എൻട്രൻസ് ചെയ്യുമ്പോൾ ഇട്ട് ഓൾ അബൌട്ട് MCQ. നമ്മൾ 4 ഓപ്ഷൻസ് എങ്ങനെ റൂൾ ഔട്ട് ചെയ്യും, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നല്ലത്, നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഇപ്പം MCQ ഇല്ല. നമുക്ക് ആകെപ്പാടെ ഒരു 20 മാർക്സ് MCQ മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു 20 മാർക്സിനപ്പുറത്ത് ബാക്കി 80% നമുക്ക് തിയറിയും സബ്ജക്റ്റീവാണ്. അപ്പോൾ ആ തിയറി സബ്ജക്റ്റീവ് എങ്ങനെ എഴുതുന്നു, ആ മാർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ മാർക്സിനെ ഇത് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സ്മാർട്ട് സ്റ്റഡി ദാൻ ലോങ് സ്റ്റഡി. നെക്സ്റ്റ് ഇസ് ദാറ്റ് നമുക്ക് സബ്ജക്റ്റിനെ പറ്റി വി നീഡ് ടു ഹാവ് നോളജ് ഒബ്വിയസ്ലി. പക്ഷേ ഒരു എക്സാം എങ്ങനെയായിരിക്കും, അതിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ദർ വിൽ ബി ഫിക്സഡ് പാറ്റേൺ ഗോയിങ് ഓൺ, അത് നമ്മൾ മനസ്സിലാക്കണം. സോ വി മസ്റ്റ് ബി റെഫറിംഗ് ടു എ ലോട്ട് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ലിറ്ററലി സ്പീക്കിംഗ് ലാസ്റ്റ് മിനിറ്റ് എക്സാം ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ഒരു സേവിയർ എന്ന് പറയുന്നത്. പിന്നെ ദ നോട്ട്സ്. ആക്ച്വലി നമ്മൾ പഠിക്കുന്നതൊക്കെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ ദോ ദർ ആർ മെനി അതർ ടെക്സ്റ്റ് ബുക്സ്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സും എല്ലാത്തിലും ലൈക്ക് ഇത്ര ഉണ്ടാവും. ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര ഉണ്ടാവും. അപ്പോൾ ഇത് മൊത്തം റീഡ് ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ ഈവൻ ഇഫ് യു റീഡ്, നമ്മൾ ഒരു പേജ് വായിച്ചിട്ട് അടുത്ത പേജിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ വായിച്ചതെന്ന് പോലും നമ്മൾ മറന്നു. അപ്പം ഇവിടെ നമുക്ക് ആക്ച്വലി നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ആരും അങ്ങനെ തരത്തില്ല. നമുക്കൊരു ഫിക്സഡ് നോട്ട്സ് ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് നോട്ട്സിൻ്റെ കാര്യത്തിൽ നമുക്ക് സീനിയേഴ്സ് തരുന്ന PDFs ഉണ്ടാവും, നമ്മുടെ ടീച്ചേഴ്സ് തരുന്ന ഹാൻഡ് ഔട്ട്സ്, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്ത നോട്ട്സ്, ഇതൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ ആ നോട്ട്സ് പോയി ഇറ്റ് ബി വെരി കൺസൈസ്. അതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്ത് വായിച്ചാലേ നമുക്കും അതിൽ നിന്ന് മനസ്സിലാവുള്ളൂ. സോ ദർ ആർട്ട് മച്ച് നോട്ട്സ് ആസ് സച്ച്. നമുക്ക് സ്കൂളിലും അല്ലെങ്കിൽ ഇതിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും, സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമുക്ക് നോട്ട്സ് തരുമായിരുന്നു. ഓക്കെ, ഇതാണ് നോട്ട്സ്, ഇന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, വേണ്ട പോയിന്റുകൾ. കാരണം ഒരു ടെക്സ്റ്റ് ബുക്ക്, ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് A to Z കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമുക്കതിനകത്തുനിന്ന് വേണ്ടത് 2 പോയിന്റ് മാത്രമായിരിക്കും. ആൻഡ് ദാറ്റ് 2 points ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നതൊരു ചാലഞ്ചിങ് തിങ്. അപ്പം നമ്മൾ നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ വിൽ ഹാവ് ദ ഗൈഡ് ഫ്രം ദ PDFs നമുക്ക് കിട്ടുന്നതുണ്ടാവും. നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്ന PDFs, ഇതിന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ബൈ സെക്കൻഡ് ഇയർ വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു പ്രിപ്പയർ നോട്ട്സ്. അത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് അതിൽ നിന്ന് പഠിക്കാൻ ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് വി ഫീൽ ലൈക്ക് ദ സബ്ജക്റ്റ് ഇസ് ഗെറ്റിംഗ് വിത്ത് അസ്. അതുവരെ നമുക്ക് ലൈക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും വരുന്നത്. സോ ദിസ് ഇസ് അനദർ തിങ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. മെഡിസിൻ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് നെവർ എക്സ്പെക്ട് ടു ബി എ ടോപ്പർ. നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ നമ്മൾ ഒരിക്കലും ഒരു 100ൽ മേ ബി 95 ബിലോ പോലും വാങ്ങാത്ത ഒരാളായിരിക്കും മെഡിസിനിൽ വന്നിട്ട്. അവർ പാസ്സായില്ല അല്ലെങ്കിൽ ഒന്ന് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ബി എ ലോട്ട് ഡിപ്രസ്ഡ്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി നോർമൽ. കാരണം സ്കൂളല്ല മെഡിസിൻ, ദിസ് ഇസ് എ പ്രൊഫഷണൽ കോഴ്സ്. ഇവിടെ നമ്മൾ പാസ്സാവുന്നത് തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ you can never expect to score a high mark. പക്ഷേ definitely you can score better, you can score well with practice. ഒരിക്കലും ഫസ്റ്റ് എക്സാം തന്നെ നമുക്ക് നല്ല മാർക്ക് വേണം അല്ലെങ്കിൽ സ്കോറിങ് 75 on 80 is not really possible. അതൊക്കെ ലൈക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് നോർമലൈസ് ദാറ്റ് ഇറ്റ് ഈസ് എ നോർമൽ തിങ് ടു ഗെറ്റ് ഫെയിൽ ഇൻ ഫ്യൂ ഓഫ് ദി എക്സാംസ്, to not able to study for few exams, but still you will have to be appearing for it. അതൊക്കെ ആക്ച്വലി നോർമലാണ്. യു കെ നോട്ട് ബി ലൈക്ക് സ്കൂളിൽ നമ്മൾ 25-20 എബോവ് മേടിക്കുന്നു, അതൊന്നും ഇവിടെ പറ്റില്ല. അതല്ല ഇവിടുത്തെ ഇത്. സോ ദാറ്റ് ഈസ് ഓൾ എ ഫാക്ടർ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ ഇത്രയും ഈ പഠിക്കുന്നതും വി വുഡ് ബി ബിസി പോയിൻറ്റിങ് ഔട്ട് ഹൗ ദ തിങ്സ് ആർ വർക്കിംഗ്. നമ്മളിതൊക്കെ എങ്ങനെയാണ് എങ്ങനെ ചെയ്യണം, നമ്മൾ അതൊക്കെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന ടൈമായിരിക്കും. ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് നമുക്ക് റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസും കൂടെ പോകുന്നുണ്ടാവും. കാരണം നമുക്ക് എന്നും എക്സാം ഉണ്ടാവും, ഇപ്പോഴും നമുക്ക് എക്സാംസ് ആണ്. സോ ഐ വുഡ് സേ സംടൈംസ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദി എക്സോഷൻ. കാരണം നമുക്ക് ഭയങ്കര മെൻ്റലി എക്സോസ്റ്റഡ് ആവുന്ന ടൈംസ് ഉണ്ടാവും. എക്സ്പെഷ്യലി നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുമ്പം ബീയിങ് ഇൻ അനദർ സ്റ്റേറ്റ്,
നമുക്ക് നമ്മുടെ ഫാമിലീനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഗ്യാതറിങ്സ് മിസ് ചെയ്യുന്നു, ദ വെഡ്ഡിങ്സ്, ഫങ്ഷൻസ് ഹാപ്പനിങ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്കിവിടെ എക്സാംസും, പ്രസൻറ്റേഷൻസ്, സെമിനാർസ്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ വേറെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി തോന്നും, നമുക്ക് എനർജി ഡ്രെയിൻ ആവുന്ന പോലെ ഫീൽ ചെയ്യും. ആൻഡ് സംടൈംസ് നമുക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റില്ല. ചിലപ്പം നമുക്കൊരു 24 hours ഒക്കെ നമുക്ക് ചുമ്മാ വേസ്റ്റ് ചെയ്യുന്ന ഡേയ്സ് ഉണ്ട്. എന്നാൽ ചില ഡേയ്സ് വി വുഡ് ബി സോ പ്രൊഡക്റ്റീവ്, വി വുഡ് ബി ഡൂയിങ് തിങ്സ്. നമുക്ക് എല്ലാത്തിനും എനർജി കിട്ടുന്ന ദിവസങ്ങളുമുണ്ട്. പക്ഷേ കൂടുതലും മെൻ്റൽ എക്സോഷൻസ് ആയിരിക്കും. പക്ഷേ ഈ മെൻ്റൽ എക്സോഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്ത്, ഇതൊക്കെ നമ്മൾ സഹിച്ച് ഒക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഒരു എന്തൊക്കെ നമുക്ക് ഇമോഷണലി എക്സോസ്റ്റഡ് ആയാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഡിസയർ അല്ലെങ്കിൽ നമ്മുടെ വിഷ്, നമ്മുടെ ആഗ്രഹം, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ചിന്തിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാം കോളേജിലായിട്ട് തന്നെ. കാരണം ഒരിക്കലും നമ്മുടെ സ്കൂളിൽ പോലെ നോബഡി ഈസ് ഹിയർ ടു അപ്രിഷ്യേറ്റ് യു. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല കാര്യം ചെയ്താലോ, ഇഫ് യു ഡു സംതിങ് ദറ്റ് മേക്ക് സമ്മണി എൽസ് ഹാപ്പി, അപ്പം നമുക്കൊരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ഓപ്പോസിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് യു റിമെമ്പർ അപ്രിസിയേഷൻ ഒന്നുമില്ലെങ്കിലും ദാറ്റ് ഈസ് ഓൾ യോർ തിങ്കിങ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ പെർസെപ്ഷനാണ്. ഓക്കെ ഫൈൻ, നമുക്ക് ഹാപ്പി ആക്കണമെങ്കിൽ നമുക്ക് ഹാപ്പി ആക്കാം. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞിട്ട് നമ്മൾ ഹാപ്പിയായി നമുക്ക് നടക്കുന്ന കാര്യമല്ല. കാരണം നോബഡി ഈസ് ഗോണ അപ്രിഷ്യേറ്റ് യു, നോബഡി ഈസ് ഗോണ ഗിവ് യു എ സപ്പോർട്ടിങ് പില്ലർ. എന്തൊക്കെയാണെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ മാത്രമേ നമുക്ക് വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. ആൻഡ് അലോങ് വിത്ത് ദിസ് നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ ദ സ്റ്റാഫ്സ് അറൗണ്ട്, everybody would be treating us not so good manner. Some people are actually really good, പക്ഷേ എന്നാലും some people are not. അപ്പം അതിൽ നിന്ന് നമുക്ക് ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. അതിപ്പം ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പം അറ്റ് ഫസ്റ്റ് ഇറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട്. നമുക്ക് ഭയങ്കര ഇൻസൾട്ട് ഫീൽ ചെയ്യാം. വി വുഡ് ബി ക്രൈയിങ്, അല്ലെങ്കിൽ വി വുഡ് ബി ഇൻ ലോട്ട് ഓഫ് ഡിപ്രഷൻ. ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലേ. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ദറ്റ് ഇൻസൾട്ട് ഇസ് നോട്ട് ഗോണ ചേഞ്ച്, ദാറ്റ് ഈസ് ദെയർ ഫോർ ഷുവർ. അപ്പം അതൊക്കെ സഹിക്കാനുള്ളൊരു മെൻറ്റൽ റെസിലിയൻസ് ഭയങ്കരമായിട്ട് വേണം ഈ ഒരു കോഴ്സ് പഠിക്കുമ്പം. ചില ദിവസം നമുക്കൊന്ന് ഉറങ്ങിയാൽ മതി എന്നായിരിക്കും. ബിക്കോസ് അത്രയ്ക്കുള്ള മെൻ്റലി എക്സോസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് കിടന്നാൽ മതി. കാരണം ദർ ആർ ടൈംസ് യു ഗെറ്റ് ഇൻസൾട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് പേഷ്യൻസ്, ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഹോൾ ബാച്ച്മേറ്റ്സ്, in front of everyone. പക്ഷെ അപ്പോഴേക്കും വി ഹാവ് ടു സേ ബോൾഡ്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല, ഇതിലൊന്നും കാര്യമില്ല എന്ന് നമുക്ക് നല്ലപോലെ അറിയണം. അല്ലെങ്കിൽ ദീസ് തിങ്സ് ആർ നോട്ട് ഗോണ ഡിറ്റർമിൻ, അല്ലെങ്കിൽ ദീസ് തിങ്സ് ആർ നോട്ട് ഗോണ മേക്ക് യു ലെസ് ഓഫ് എ ഡോക്ടർ ഇൻ ഫ്യൂച്ചർ. ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ദ തിങ് ഈസ് നോട്ട് ടു ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ചിലപ്പം അവർ ഫാക്കൽറ്റീസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അവർ റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് അതൊരു നാണക്കേടായിട്ടോ അതൊരു ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ടോ നമ്മൾ ഒരിക്കലും കാണരുത്. കാരണം മേ ബി ദേ വിൽ യെൽ അറ്റ് യു ഓർ ഷൗട്ട് അറ്റ് യു ഫോർ നോട്ട് ആൻസറിങ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ലൈക്ക് ഈവൻ ഇഫ് യു ഗെറ്റ് ഇൻസൾട്ടഡ് ഓർ വട്ട് എവർ, at the end of the day you are going to study well and you will be able to score good marks for the exam. That is all it matters. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഈവൻ വൈവയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാണ്ട് വരുന്ന വൈവയൊക്കെ ഉണ്ടാവും. എന്നാൽ സം വൈവ നമുക്ക് നല്ലപോലെ ആൻസർ ചെയ്യാനും പറ്റും. വി വുഡ് ബി റിയലി ഹാപ്പി ആൻഡ് വി വുഡ് ബി ലൈക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന വൈവ ഉണ്ടാവും. ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് വരുന്ന ടൈം വരെ ഉണ്ടാവും വൈവ കഴിഞ്ഞിട്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫാക്കൽറ്റീസ് ആൻഡ് ഓൺ ദാറ്റ് ടൈം. അതെന്താണെന്ന് നമ്മുടെ ടൈം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ചിലപ്പം പേഷ്യൻസിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് ചീത്ത കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വരെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മളെ മെൻ്റലി എക്സോസ്റ്റഡാക്കി നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം സങ്കടമൊക്കെ വരുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അപ്പം വീട്ടിൽ വിളിച്ചിട്ട് നമ്മൾ പറയുമായിരിക്കും എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും. ബട്ട് അതൊന്നും അല്ല. നെക്സ്റ്റ് എന്തായാലും നിങ്ങൾ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ മറക്കണം, അല്ലെങ്കിൽ അതൊക്കെ മറക്കാനുള്ളതാണ്. നമ്മൾ ആ ഒരു അത്രയും നമ്മുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അതൊക്കെ മുന്നോട്ട് താണ്ടി പോകാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെയാണ് ഫ്യൂ ഫാക്ടേഴ്സ്. പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു കീപ് ഗുഡ് ഫ്രണ്ട്സ്. അറ്റ് ദി എൻഡ് ഓഫ് ദി നമുക്ക് എപ്പോഴും നമുക്ക് ബാച്ചസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബാച്ചസ് ആയിട്ട് വരും. വി ഹാവ് ടു കീപ് ഗുഡ് ബാച്ച്മേറ്റ്സ്.
നമുക്കൊരു നല്ല ബാച്ച്മേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പോയിന്റ്. ബിക്കോസ് നമുക്ക് എന്ത് കാര്യങ്ങൾ, എന്ത് ഡൗട്ടും, ക്ലിനിക്കൽ പോസ്റ്റിങ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ദേ ആർ ദ വൺസ് ടു ഹെൽപ്പ് അസ്. സോ മേക്ക് ഷുവർ യു ഹാവ് ഗുഡ് ബാച്ച്മേറ്റ്സ്, യു ഹാവ് എ ഗുഡ് കമ്പനി വിത്ത് ദെം. ആൻഡ് ആ ഒരു ഡിസ്കഷൻസും പഠിക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ടായിരിക്കും. Another thing is that not everyone you speak are your friends. ലൈക്ക് നമ്മൾ കാണുന്ന, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിച്ചപ്പോഴോ പോലെ ഒന്നുമല്ല. ഹിയർ എവറിബഡി കംസ് ഫ്രം എ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്. സോ നോട്ട് എവറി വൺ യു സ്പീക്ക് ഈസ് യുവർ ഫ്രണ്ട്. സോ ലൈക്ക് നമ്മൾ ഒത്തിരി ഓവർ ഷെയർ ചെയ്യാണ്ട് യു ഹാവ് ടു കീപ് യുവർ ബൗണ്ടറീസ്. നമുക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ആരെയും അലൗ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അവർ പ്രയോറിറ്റി. ഇറ്റ് ഈസ് ആക്ച്വലി വൺ ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് ഐ ഹവ് ലേൺ ഫ്രം മൈ 3 years of journey, because I was a person who was keeping on oversharing, and then it was very late that I found out it was not good to overshare, because നമ്മളിപ്പം ചിരിച്ച് കളിച്ച് സംസാരിച്ചാലും നെക്സ്റ്റ് ഡേ ദോസ് പീപ്പിൾ മൈ നോട്ട് ബി ടെലിംഗ് ഗുഡ് അബൌട്ട് ദിസ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട്. ബട്ട് ഇതൊന്നും അല്ല കാര്യം. ഇതൊക്കെ ബാക്കിയുള്ള കോളേജസിനും ഇല്ല എന്നല്ല, ഉണ്ട്. ഒബ്വിയസ്ലി ഇതൊക്കെ വേറെ കോളേജസിനും ഒക്കെ ഉണ്ട്. പക്ഷേ everything is a little exaggerated over here. Another thing is that sometimes you can also have thoughts of like, why did I choose this course? When you see your friends, the friends who took other courses, they would be having college events, programs going on, they would be having a good time of their life in college. പക്ഷെ നമുക്കതൊന്നും ഇല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സ്വാഭാവികമായിട്ട് നമുക്കും തോന്നാം, ലൈക്ക് നമ്മൾ എന്തിനാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? Even we could have chosen something else. We could have a better college life. But and that is very normal. ഞാൻ ഓർത്തു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോട്ട്സ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അത്രയും ആഗ്രഹിച്ച് ഞാൻ മെഡിസിന് കയറിയിട്ട് എന്താണ് എനിക്ക് ഇങ്ങനത്തെ ഒരു തോട്ട്സ് വരുന്നത്? ആം ഐ ലൂസിങ് ദ ഇൻട്രസ്റ്റ്? പക്ഷേ അല്ല, ദാറ്റ് ഈസ് ഓൾ എ പാർട്ട് ഓഫ് യുവർ മെൻ്റൽ എക്സോഷൻ. നമുക്ക് മെൻ്റലി ടയേർഡ് ആകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഓരോരോ തോട്ട്സ് വരുന്നത്. പക്ഷേ ആ തോട്ട്സ് വന്നു പോയി, നമ്മളതിനെ വി ആർ നോട്ട് അലൗവിങ് ടു സ്റ്റേ ഫോർ എ ലോങ്ങർ ടൈം. ബട്ട് ദ നെക്സ്റ്റ് ടൈം യു ഗെറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ, യു ഗെറ്റ് ടു സ്റ്റഡി അബൌട്ട് മോർ സബ്ജക്ട്സ്, തിങ്സ്, നമ്മൾ അതൊക്കെ മറക്കും. നമ്മളതൊന്നും ഒരു കാര്യമില്ല ഉണ്ടാക്കും. വി വിൽ മൂവ് ഫോർവേഡ്. അതല്ല, ലൈക്ക് വി ഹാവ് മോർ ബിഗർ തിങ്സ് ടു ഡു എന്നൊരു ചിന്ത വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി ഒന്നും പിന്നീട് ചിന്തിക്കില്ല. The last but not the least is about your health. കാരണം being in a hostel, when you study from faraway places from your home, you can't go home repeatedly. So health is often one of the first factor that is going to get neglected. കാരണം ഹോസ്റ്റലിൽ ഉണ്ടാകുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം, ഹോസ്റ്റലിലെ ഫുഡ് നമ്മുടെ വീട്ടിലെ ഫുഡായിട്ടും ലൈക്ക് യു കാൻറ്റ് ഈവൻ കമ്പയർ. അപ്പം നമ്മൾ പല ഫുഡും സ്കിപ്പ് ചെയ്യും. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും when you are late in the morning, nobody is gonna there to tell you go have breakfast, അല്ലെങ്കിൽ don't leave without breakfast. നമുക്ക് വീട്ടിലൊക്കെ അമ്മ പറയുന്ന പോലെ ഫുഡ് കഴിച്ചിട്ട് പോകും എന്നൊന്നും പറയുന്നത് നമുക്ക് അവിടെ ആരില്ല. അപ്പം പലപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ എണീക്കാനുള്ള മടി കൊണ്ട് പോലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ലേറ്റ് ആയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. പിന്നെ അപ്പം പല മീൽസും നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇസ് ആക്ച്വലി ഗോയിങ് ഡൗൺ. പക്ഷെ നമുക്കത് ഫസ്റ്റ് ഇയർ ഒട്ടും മനസ്സിലാവില്ല. കാരണം ഫസ്റ്റ് ഇയർ ഓക്കെ, നമ്മൾ ആ വീട്ടിൽ നിന്ന് വന്ന് വി വുഡ് ബി വെൽ ബിൽഡ് ആൻഡ് നറിഷ്ഡ്. പക്ഷേ നമ്മൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആ ഒരു ടൈമിലോട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഹെൽത്ത് ഇസ് ആക്ച്വലി ഗെറ്റിംഗ് എഫക്റ്റഡ്, ബോത്ത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. കാരണം ഈവൻ ഫോർ ലഞ്ച് ബ്രേക്ക്, നമുക്ക് ലഞ്ച് ബ്രേക്ക്സ് ചില ദിവസം കിട്ടണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിന് കിട്ടുന്നത് ഹാർഡ്ലി ഒരു 15 minutes ആയിരിക്കും. ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമുക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. സം ഡേയ്സ് യു വിൽ ഹാവ് ടു ഡെഫിനറ്റ്ലി സ്കിപ്പ് മീൽസ് ബിക്കോസ് ഓഫ് യുവർ സർക്കംസ്റ്റൻസസ്, അല്ലെങ്കിൽ സം ഡേയ്സ് യു വിൽ നോട്ട് ലൈക്ക് ദ മീൽ ആൻഡ് യു വിൽ ഹാവ് ടു സ്കിപ്പ് ദ മീൽ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും യുവർ ഹെൽത്ത് ഇസ് ആക്ച്വലി ബാഡ്ലി എഫക്റ്റഡ്. സോ വെൻ ഐ വാസ് ഇൻ ഫസ്റ്റ് ഇയർ, ഈവൻ ദർ വർ ഡേയ്സ് വി യൂസ് ടു സർവൈവ് ഓൺ 1 meal per day. കാരണം we never used to like the hostel food, and then പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനും we have very less options, and we were like eating very less food. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അപ്പം മനസ്സിലാക്കിയില്ല. ഐ വാസ് ഫോളോയിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദി ഇയർ. ബട്ട് സെക്കൻഡ് ഇയർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഐ അണ്ടർസ്റ്റുഡ് മൈ ഹെൽത്ത് ഇസ് ആക്ച്വലി എഫക്റ്റഡ്. ഐ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ഗ്യാസ്ട്രൈറ്റിസ് ആൻഡ് ഓൾ ദോസ് ഇഷ്യൂസ്.
പിന്നെ എനിക്കൊരു ചെറിയ ഫുഡ് കഴിക്കില്ല, നമ്മൾ കുറച്ച് നേരം ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെസ്റ്റ് പെയിനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കുറേ സിംറ്റംസ് എനിക്ക് കാണിച്ചു തുടങ്ങി. ആൻഡ് ആസ് ദ മന്ത്സ് പാസ്റ്റ് ഇറ്റ് ഗോട്ട് സിവിയർ. സോ ആക്ച്വലി ഹെൽത്ത് ഇസ് എ ഫാക്ടർ ദാറ്റ് യു നെഗ്ലെക്റ്റ്. കാരണം നമ്മൾ ബാക്കിയുള്ള ഹെൽത്തിനെ പറ്റി പഠിക്കുമ്പം ആൻഡ് അനദർ കോൺട്രാസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് നമുക്ക് ആക്ച്വലി അറിയാം, ഓക്കെ, നമുക്ക് നല്ലപോലെ അറിയാം നമ്മൾ ഇത് ചെയ്താൽ വിൽ ഹാവ് ദിസ് ഇഷ്യൂസ്. Obviously, being medical students, you'll be aware of what our health issues will be coming if you don't do certain things. നമുക്കത് അറിയാമെങ്കിലും നമ്മൾ ചെയ്യില്ല. സർക്കംസ്റ്റൻസസ് അതിനുള്ള രീതിയിലായിരിക്കില്ല. ഓർ മേ ബി ലൈക്ക് നമുക്ക് നമ്മുടെ സെൽഫ് ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം നമ്മൾ ഈ ഒരു മെൻ്റൽ എക്സോഷൻ്റെ ഇടയ്ക്കും ഈ സബ്ജക്ട്സും എക്സാമിൻ്റെ ഒക്കെ ഇടയ്ക്കും നമുക്ക് ഫുഡ് ഒരു ഫാക്ടറായിട്ട് തോന്നില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താ, വാട്ട് ഈസ് എ നീഡ് ഫോർ ഹാവിങ് ഫുഡ് 3 times a day അല്ലെങ്കിൽ 4 times a day, എന്തിനാ, അങ്ങനെയൊക്കെയുള്ള ചിന്ത വന്ന് തുടങ്ങും. സോ സ്ലോലി യു സ്റ്റാർട്ട് നെഗ്ലെക്റ്റിംഗ് യുവർ ഓൺ ഹെൽത്ത്. അപ്പം ഇത് ആക്ച്വലി ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം ആൻഡ് ഓൾസോ ബീങ് അവേ ഫ്രം ഹോം, നമുക്ക് വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് പറയാനേ പറ്റുള്ളൂ. നോബഡി ക്യാൻ ഫോഴ്സ് യു ടു ഹാവ് സംതിങ്, നോബഡി ഈസ് ഗോണ ബൈ യു സംതിങ് or anything. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആർ ഹൈ. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മെയിൻ റീസൺ തന്നെയാണ്. പിന്നെ യു വോണ്ട് ഗോ കൺസൾട്ട് എ ഡോക്ടർ. ദറ്റ് ഇസ് ആക്ച്വലി വൺ തിങ്. ഈവൻ ദോ യു ആർ വർക്കിംഗ് ഓർ യു ആർ സ്റ്റഡിങ് ഇൻ എ ഹോസ്പിറ്റൽ, നമ്മൾ ഒരിക്കലും നമുക്കായിട്ട് നമ്മൾ ആ അറ്റ് ദി എൻഡ് സ്റ്റേജ് എത്തിയാൽ മാത്രമേ നമ്മൾ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ടേഷൻ എടുക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് വി ആർ ടയേർഡ്, വി ഡോണ്ട് ഈവൻ വാണ്ട് ടു ഗെറ്റ് ഡയഗ്നോസ് അല്ലെങ്കിൽ വി ഡോണ്ട് ഈവൻ വാണ്ട് ടു ഗെറ്റ് ട്രീറ്റഡ്. ആ ഒരു ടയേർഡ്നെസ്സിലെത്തും അങ്ങനെ. So these are the few things that I wish I knew before. And എല്ലാവരും ഹൈപ്പ് ചെയ്യുന്ന പോലെ this is not an easy task. പക്ഷേ you can actually crack this if you have your whole heart and mind into this. So എനിക്ക് പറയാനുള്ളത് ലൈക്ക് I could do this. There were moments that I thought I won't be able to crack it out. പക്ഷേ still with the grace of God I am able to travel so far. And then എനിക്കിതൊന്ന് മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ബീയിങ് ബോൾഡ്, ഹാവിങ് എ ഗുഡ് റെസിലിയൻസ്, ഹാവിങ് ടു ഗെറ്റ് അപ്പ് വിത്ത് പീപ്പിൾ, ഹാവിങ് ടു ഫേസ് തിങ്സ് സ്ട്രോങ്ലി. ഇതൊക്കെയാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഫാക്ടേഴ്സ് വിച്ച് യു ഹാവ് ടു നോ. സോ ദീസ് ആർ ഓൾ മൈ experiences and how I felt through the journey. So that is all about the video today. So hope you all liked it, and if you guys liked, do share your reviews and subscribe the channel. So അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.